Friends, welcome back to our channel. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലീവ്സ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഓരോ സ്റ്റിച്ചസിന്റെയും നമ്മൾ യൂസ് ചെയ്യുന്നത് പല പല അതായത് ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റിച്ചസും പഠിക്കുന്നത്. ഓക്കെ, ബോർഡർ ലൈൻസ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് പഠിക്കുന്നത്. ആ സ്റ്റിച്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ലീവ്സ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 5 ലീവ്സ് ഓൾറെഡി ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ത്രെഡ് അടിയിൽ നോട്ടിട്ട് പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ത്രെഡ് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്ന പോയിന്റ്, ലീഫിന്റെ ഹൈ എൻഡിൽ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഞാനത് പുള്ളി ചെയ്ത് എടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു കുറച്ച് സ്പേസിങ് വിട്ട്, അതായത് ഇവിടുന്ന് ഇത്രയും ദൂരം വിട്ട് നമ്മളത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. കാണുന്നുണ്ടല്ലോ, ഫസ്റ്റ് നമ്മുടെ സ്റ്റിച്ച് അതാണ്. ഓക്കെ, ഈ പോർഷൻ, അതായത് ഈ പോർഷനിൽ നിന്ന് നമ്മൾ പുള്ളി ചെയ്തെടുക്കുക. ഓക്കെ, അത് ഇടേണ്ടത് ഇപ്പുറത്ത്, അതായത് ഈ ഇവിടുന്ന് ഒരു പോയിന്റ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടെയാണ് പുള്ളി ചെയ്തെടുത്തത്. അതിനുശേഷം ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്തോട്ടാണ് നമ്മളത് വീണ്ടും നീട്ടിൽ ഇറക്കേണ്ടത്. ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, പുള്ളി ചെയ്തു. ദെൻ നമ്മൾ സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് നമ്മൾ ഇത് പുള്ളി ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തത് എടുത്തത്. അപ്പൊ പിന്നെ ഇനി ഇവിടെ വരണം. അപ്പൊ താഴെ നിന്ന് നമ്മൾ വീണ്ടും ലൈൻസ് വരച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇവിടുന്ന് പുള്ളി ചെയ്തു. നമ്മുടെ ഇവിടുന്ന് പുള്ളി ചെയ്ത് നമ്മൾ ഇവിടെയാണ് ഇട്ടത്. അപ്പൊ ഇവിടുന്ന് പുള്ളി ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇടണം. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്. ഇത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതായത് അകത്തോട്ടും പുറത്തോട്ടും നീഡിൽ പാസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാം പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ വീണ്ടും ഇവിടെയാണ് എടുക്കുന്നത്. അടുത്തത് ഇവിടെ കാണുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ താഴോട്ട് അടുത്ത കണ്ടല്ലോ. പിന്നെ അടുത്തത് കാണുന്നുണ്ടല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ നീറ്റില് പാസ് ചെയ്തും എടുത്തും പാസ് ചെയ്തും നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം. ഈ സ്റ്റിച്ചിന്റെ പേരാണ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലീഫ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ലീഫ് നമ്മൾ ചെയ്യാൻ പോണ ഇതാണ്. അപ്പൊ അതിനകത്ത് ചെയ്യുന്ന സ്റ്റിച്ച് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതൊരു ആലിലെ ഷേപ്പിലുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ലീഫാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു. ഞാൻ ത്രെഡ് നോട്ടിട്ട് യെല്ലോ കളർ ത്രെഡാണ് പുള്ളി ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ നമ്മൾ അകത്തോട്ട് ഇടുക.
അയക്കേണ്ട, കുറച്ചൊന്ന് ലൂസ്. 1 more ടൈം കൂടെ ഇടണം, ഒരു തവണയും കൂടെ അതേപോലെ തന്നെ ഒന്നും കൂടെ പുള്ളി ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? അതേ പോർഷനിൽ തന്നെ ഒന്നുകൂടെ പുള്ളി ചെയ്തെടുക്കണം. ഓക്കെ, 2 പ്രാവശ്യം നോട്ട് മീൻസ് സ്റ്റിച്ച് വേണ്ടിയിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് എഡ്ജിൽ ഇവിടെ എഡ്ജിൽ നിന്ന് നീഡിൽ പുള്ളി ചെയ്തെടുക്കുക, ത്രെഡ് വലിച്ചെടുക്കുക. ദെൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതാണ് ആദ്യത്തെ പോണ്ടത്. അപ്പം ഇതിനകത്ത് കൂടെ നീഡിൽ പാസ് ചെയ്യുക. കണ്ടല്ലോ, വൺസ് ഞാൻ വലിച്ചെടുത്തു. ഓക്കെ, ദെൻ ഈ പോർഷൻ, അതായത് നമ്മൾ ഇട്ടതിന്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത എടുക്കുക. കണ്ടല്ലോ, നല്ലതായിട്ട് വലിച്ചു നിർത്തുക. ലൂസാക്കി നിർത്തരുത്, വലിച്ച് തന്നെ നിർത്തണം. കണ്ടല്ലോ. ദെൻ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുള്ളി ചെയ്തെടുക്കണം. അതെങ്ങനെ ഒരു സർക്കുലർ ഫോമിൽ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. കണ്ടല്ലോ. ദെൻ എഗെയിൻ ഇതിനകത്ത് കൂടെ നീഡിൽ പാസ് ചെയ്യുക, ത്രെഡ് വലിച്ചെടുക്കുക. കണ്ടല്ലോ. ദെൻ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും എഗെയിൻ തൊട്ട് താഴെയായിട്ട് കാണുന്നുണ്ടല്ലോ. അടുത്തത് ഇങ്ങനെ പോകും. ഇങ്ങനെ കറക്കി കൊണ്ടുവരാം. ഓക്കെ, ചേർത്ത് തന്നെ ഓരോ ത്രെഡ് നമ്മൾ പോയിരിക്കുന്നതിന്റെ അടുത്ത് കൂടെ ചേർത്ത് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ സ്റ്റിച്ചിന്റെ ലുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഔട്ട്ലൈനും കൂടെ കവർ ചെയ്യും. ഓക്കെ, സോ ഇത് അകത്ത് ബാക്കിൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക. രണ്ട് പ്രാവശ്യം കെട്ടിട്ട് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിസ്റ്റൽ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ലീഫ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അതിന് ഫസ്റ്റ് നമ്മൾ സ്ലീഫിൻ്റെ ഏറ്റവും എഡ്ജിൽ താഴത്തെ എഡ്ജിൽ നിന്ന് ത്രെഡ് പുൾ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ത്രെഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മളിത് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിൽ സെൻറ്റർ പോർഷനിലുള്ള ലൈനിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ചായിട്ട് എടുത്ത മേൾ വരെ കൊണ്ടുപോകണം. മേളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ പോകണ്ട, അത് 3/4 പോർഷൻ വരെ കൊണ്ടുപോകണം. ഓക്കെ, അവിടെ കൊണ്ടുവന്ന് ത്രെഡ് പുള്ളി ചെയ്തെടുക്കണം. ത്രെഡ് പുള്ളി ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം ഇനിയാണ് നമ്മൾ പറഞ്ഞ ആ സ്റ്റിച്ച് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുമ്പോൾ നോട്ട് ഇടത്തില്ലേ, അതേപോലെ തന്നെ ത്രെഡ് വലിച്ചു പിടിച്ചുകൊണ്ട് 2 പ്രാവശ്യം ചുറ്റുക. അതിനുശേഷം ഈ എഡ്ജിലോട്ട് കറക്റ്റ് ഈ എഡ്ജിൽ തന്നെ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ത്രെഡ് വലിച്ച് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ താഴോട്ട് വലിക്കുക. കണ്ടോ, ഇവിടെ ഒരു നോട്ട് വീണ് ഈ ലെങ്ത് ഇവിടെ കിട്ടുകയും ചെയ്തു ത്രെഡിൽ. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇവിടെയാണ് അടുത്തതിന് നീഡിൽ പുള്ള് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ? അപ്പൊ അടുത്തത് ഇവിടെയാണ് ഇടേണ്ടത്. അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ത്രെഡ് പുള്ള് ചെയ്ത് പിടിക്കുക, 2 പ്രാവശ്യം ചുറ്റുക. നമുക്ക് എവിടെയാണോ നീഡിൽ ഇറക്കേണ്ടത് അവിടോട്ട് നീഡിൽ പാസ് ചെയ്യുക. ത്രെഡ് വലിച്ചതിനെ പിടിച്ചിരിക്കണം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്. ഇതാണ് പിസ്റ്റൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ നമുക്ക് അടുത്തത് നമുക്ക് ഇവിടെയാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ താഴെ നിന്ന് എടുത്ത് താഴെ നിന്ന് മുകളിലോട്ടാണ് കൊടുക്കുന്നത്. അഗെയിൻ പുള്ള് ചെയ്ത് പിടിക്കുക ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്. ഇത് ഈ ഇത്രയും പോർഷൻ നമ്മൾ ലൂസാക്കി തന്നെ പിടിക്കണം കേട്ടോ. അതാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പുള്ള് ചെയ്ത് പിടിക്കുക. 2 പ്രാവശ്യം ചുറ്റുക. നമുക്ക് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുക, വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ. ദെൻ നമുക്കിനി അടുത്തത് ഇവിടെയാണ് ഇടേണ്ടത്. അപ്പോൾ 2 സൈഡിൽ അങ്ങനെ പാരലൽ ആയിട്ട് വേണം പോരാൻ. ഇനി ഇവിടെ അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് കൊടുക്കുക. അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ത്രെഡ് പുള്ള് ചെയ്ത് പിടിക്കുക, 2 പ്രാവശ്യം കറക്കുക. ദെൻ വീണ്ടും ഇടുക. ദെൻ അടുത്തത് ഇനി ഇവിടെയാണ്. ഉണ്ടല്ലോ, ത്രെഡ് വരച്ച് പിടിച്ചു. പ്രോസസ് മനസ്സിലാക്കണം. എവിടെയാണോ നമുക്ക് ഇടേണ്ടത് അവിടെ. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണേ. അടുത്ത നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ച് എങ്ങനെയാണ് ഈ ഹാർട്ട് ഷേപ്പ് ലീഫ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അതിന് നമ്മൾ ഈ ഹാർട്ടിന്റെ ഈ ഒരു ഷേപ്പിന്റെ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ആദ്യം നീഡിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ദെൻ ഡേസി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയാണ് ഇതും ചെയ്യേണ്ടത്. ചരിച്ച് പിടിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഒരു, അതായത് ഡേസി സ്റ്റിച്ച് അടുത്തടുത്തല്ലേ ചെയ്യുന്നത്, നമുക്കൊരു കുറച്ച് സ്പേസിങ് ഇട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സ്പേസിങ് ഇട്ടാണ്. സോ ഡേസി സ്റ്റിച്ച് കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഒത്തിരി മുറുക്കണ്ട, ഇത്രയും മതി. ഓക്കെ, ഒരു സ്പേസിങ് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടല്ലേ, ഇവിടെ ഒരു സ്പേസിങ് കിട്ടിയിട്ടുണ്ടല്ലോ, അത് കണ്ടല്ലോ, ഈ ഒരു സ്പേസിങ്. ആ സ്പേസിങ് കറക്റ്റ് ചെയ്ത് നിങ്ങൾ പോവാന്നുള്ളതാണ്. ഇവിടെ തന്നെ തുടങ്ങുക. കുറച്ച് സ്പേസ് ഇട്ട് നീഡിൽ പാസ് ചെയ്തതിന് ശേഷം ത്രെഡ് കവർ ചെയ്തെടുക്കുക. ഓക്കെ, then again
കാണുന്നതും ഒരു ഭംഗി തന്നെയാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോണ ഈ ലീഫാണ്. നേരത്തെ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ച് ഈ ലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു മോഡലാണ്. ഇത് നമ്മൾ അഗെയിൻ വേറൊരു മോഡില് സിഗ്സാഗ് മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, ഏറ്റവും ഇറക്കാതെയും, അതായത് നമ്മളിങ്ങനെ താത്ത് പൊക്കി അങ്ങനെ എടുക്കാതെ മേളിൽ തന്നെ നീഡിലും ത്രെഡും വെച്ച് നമ്മൾ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അത് ഇവിടുന്ന് ഇതിന്റെ അടുത്ത പോർഷൻ വരുന്ന എവിടെയാണോ അവിടോട്ടൊരു നീഡിൽ പാസ് ചെയ്യുക. കണ്ടോ? പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യുക, ക്രോസ് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കലി. കണ്ടോ? സിമ്പിളാണ്, പക്ഷെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതും ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷെ മോഡ് ഡിഫറെൻ്റ് ആണ്, ചെയ്യുന്ന മോഡ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഇതും ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ബാക്ക് നോട്ട് ഇട്ട്. അപ്പം ഇങ്ങനെ 5 ലീവ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, സോ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ ഫ്ലവേഴ്സും അതിനൊക്കെ പുതിയ സ്റ്റിച്ചസുമായിട്ട് പുതിയ വീഡിയോസായിട്ട് കാണുന്നവരേക്കും ബൈ.